ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ട് ഒരു കട്ട്ലൈറ്റാണ്. അതിന് വേണ്ട ചേരുവകളാണ്. ചക്കക്കുരു ഞാൻ ഇത്രയും അവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചെറിയ സവാള 2 എണ്ണം മീഡിയം കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ ടേബിൾ സ്പൂണ്, ഒരു 3 ചീര് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. വേപ്പില എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് റൊട്ടിപ്പൊടിയാണ്. ഇനി നമുക്ക് ഈ ആദ്യം ചക്കക്കുരുവിനെ ഒന്ന് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് മസാലകൾ. ചക്കക്കുരു ഞാൻ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി മസാലയെല്ലാം തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ നമുക്കൊരു ഫാൻ അടുപ്പിൽ വെക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ അല്പം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിൽ അല്പം ഒരു ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി ചക്കക്കുരു അവിച്ചപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടാണ് അവിച്ചിട്ടുള്ളത്. അതൊന്ന് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിലിട്ടിരിക്കുന്ന കരിവേപ്പില നല്ല ഫ്രഷ് കരിവേപ്പിലയാണ്, നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് എത്ര ഇട്ടാലും ഒരു കുഴപ്പവും വരില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. തീ അല്പം കുറച്ച് വെക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ടേബിൾ സ്പൂണിലാണ് 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണ് ഗരം മസാല ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ മാവ് ചക്കക്കുരു കട്ട്ലറ്റിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് തന്നെ നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. നാടൻ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാൻ ഒരു പാത്രം അടുപ്പത്ത് അടുപ്പിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊരു നല്ല ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതിൽ ഇഞ്ചിയാണ് ഞാൻ കൂടുതൽ ചേർത്തിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ചക്കക്കുരു ആയതുകൊണ്ട് ഇഞ്ചിയാണ് ടേസ്റ്റ് കിട്ടുന്നത്. അതിൽ മല്ലിയില ചേർക്കണ്ട. മല്ലിയില ചേർത്ത ഇതിൻ്റെ ടേസ്റ്റ് മാറും. മുട്ടയിലൊന്ന് ഞാൻ മുക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ റൊട്ടിപ്പൊടിയിലൊന്ന് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കട്ട്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചക്കക്കുരു കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.